അള്ളാന്റെ ഹബീബിനെ അള്ളാഹ്ക്ക് മാത്രമേ മനസ്സിലാവൂ ഭൂരിഭാഗം എല്ലാ കാര്യങ്ങളും. അള്ളാന്റെ ഹബീബ് മനുഷ്യന്റെ രൂപത്തിൽ പടച്ചൂന്നേ ഉള്ളൂ. അതിൽ ഒരുപാട് സിദ്ധകൾ വേറുണ്ട്. ഇതെങ്ങനെ വിശദീകരിക്കാനാണ്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഉലുല്ലാസ് അമ്പിയാക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർ. അതിൽ ഏറ്റവും മനക്കരത്തുള്ള ഒരു പ്രവാചകനാണ് മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം. അവർ അള്ളാന്റെ നൂറിന്റെ കോടി ഒരു അംശം കണ്ട ബോധം കണ്ടു വീണു. ഉത്തരസൂൽ അള്ളാഹ് നേരിട്ട് ഫുള്ളായിട്ട് കണ്ടിട്ടും ഒന്നും പറ്റിയിട്ടില്ല. അതെങ്ങനെ വിശദീകരിക്കാം? ഒരിക്കലും വിശദീകരിക്കാൻ കഴിയില്ല. ഈ ലോകത്ത് കോടാന നക്ഷത്രങ്ങളുണ്ട്. അതിലൊന്നു മാത്രമാണ് സൂര്യൻ. നമ്മളെന്താ പറയുന്നത്? അൻത ശംസു യാ റസൂലുള്ളാഹ്, അൻത ബദറുൻ യാ റസൂലുള്ളാഹ്. വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യണം. ഈ കോടാന കോടി വരുന്ന നക്ഷത്രങ്ങളിൽ ഒന്നല്ലേ സൂര്യൻ? എന്നിട്ട് നമ്മൾ പറയാം അങ്ങ് അതുപോലെയാണെന്ന്. സൂര്യന്റെ വെളിച്ചവും ഉത്തരസൂര്യന്റെ വെളിച്ചവും എങ്ങനെയാണ് കമ്പയർ ചെയ്യുക? പിന്നെ എന്താണ് നമുക്ക് ഈ ലോകത്ത് കമ്പയർ ചെയ്യാൻ ആകെ ഒരു സാധനമുള്ള സൂര്യനാണ്. കാരണം നമ്മൾ കാണുന്നതിൽ പ്രപഞ്ചത്തിൽ ഏറ്റവും ലൈറ്റുള്ളത് സൂര്യനായതുകൊണ്ട് അത് വെച്ചിട്ട് പറയാണ് അൻത ശംസുൻ. ശംസിന് 100 കിട്ടിയത് 100 തങ്ങളിൽ നിന്നല്ലേ? പിന്നെ എങ്ങനെയാണ് കമ്പാരിസൺ കറക്റ്റ് ആവുക? മഹാന്മാർ അത് പറഞ്ഞു വെച്ചത് വേറെ ഒച്ചില്ലാത്തതുകൊണ്ടാണ് അൻത ശംസുൻ അൻത ബദറുൻ എന്ന് പറഞ്ഞു വെച്ചിരിക്കുക.